കുതിര ഇതെന്തോ ഓടി നടന്ന് കുതിര വെട്ടുന്നു. ഇവിടെ കുതിരക്കൊക്കെ ഒരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്ത് വെക്കും. എന്താ ഇങ്ങോട്ട്? ഇങ്ങോട്ട് ഇവിടെയാണല്ലേ? ഓക്കെ ഓക്കെ. ബ്രില്യൻ ഷോപ്പ് തോറ്റ തുടങ്ങിയില്ലേ ഉള്ളു കളി. ഇതോട്ടല്ലേ താൻ എന്തിനാണെങ്കിൽ എന്തിനീ കുതിരയെ മാത്രം ഇറക്കി കളിക്കുന്നത്? ബാക്കിയുള്ളവർക്ക് എന്താ ചായ കുടിക്കാൻ നിൽക്കുക? കുതിരയ്ക്ക് പുല്ലും വെള്ളം മാത്രം കൊടുത്താൽ ചിലവ് കുറവാണല്ലോ. എടാ നീ ചിലക്കാണ്ട് കളിക്കടാ. തോക്കാറായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ന്യായങ്ങൾ കൊണ്ടുവരണത്. തോറ്റെങ്കിൽ തോറ്റെന്ന് പറയാം, കളി നിർത്താം. അങ്ങനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. എടാ നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ പറഞ്ഞടാ ഈ നശിച്ച കളി കളിക്കരുതെന്ന്. നശിച്ച കളിയാ അമ്മ, ഇത് ഗെയിമാണ്, ഗെയിം. എടാ ഇത് ഗെയിം അല്ല, ഇതാണ് യുദ്ധം. ഇത് കളിച്ചാണ്ടല്ലോ ആ കുടുംബത്ത് യുദ്ധം ഉണ്ടാവും. തുപ്പല്ലേ മൊത്തോണ്ടേ. എടാ നിനക്കറിയാവോ, എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ കളി കളിച്ചിട്ടാണ് മഹാഭാരത യുദ്ധം വരെ ഉണ്ടായത്. നശിച്ചില്ലേ നാട്? അപ്പൂപ്പന അപ്പൂപ്പൻ. എൻ്റെ അമ്മമാര് പൊട്ടത്തരൊന്നും പുറത്തു പോയി പറയല്ലേ, ആൾക്കാർ കളിയാക്കും. വീട്ടടിച്ച് കുടുംബങ്ങളെ ടീം. അമ്മ ഇവിടെ ഇരിക്കും, നമുക്കൊരു റൗണ്ട് കളിക്കാം. ഇതിവാ കുതിരയുണ്ട്. പൈസ ചെലവൊന്നും ഇല്ല. ഇത് എന്തിട്ടാ? ഇത് മന്ത്രി. മന്ത്രിയില്ല, വെട്ടുകൊണ്ട പാട്. അമ്മ കളി കാണണം തുടങ്ങി ഇവിടെ വന്നിരിക്കുക കസേരയിട്ട്. എന്തായി? അമ്മ പറയാ ഇത് വീട്ടിൽ കളിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാവും. അവളങ്ങനെ പലതും പറയും. അയ്യോ, നിങ്ങൾ ഈ കളിക്ക് കൂട്ടാണോ? എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ കളി കളിച്ച കുടുംബത്ത് കലഹം ഉണ്ടാവുന്നു. എടി ഇത് ബുദ്ധിയുള്ളൊരു കളിക്കുന്ന കളിയാ. നിന്റെ അച്ഛന് ബോധമില്ല ഒന്നുമില്ല, അതാണ് പലതും പറയും. അങ്ങേർക്ക് ബോധമില്ലാത്തതുകൊണ്ടാണല്ലോ എന്നെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നത്. അതെന്തേക്ക്? അവനല്ലാതെ കുതിര മാത്രം കളിച്ച പിന്നെ ചക്കാവത്തില്ല. ഇങ്ങനെയൊക്കെല്ലെങ്കിൽ എന്റെ അച്ഛനെ എപ്പോഴും കുറ്റം പറഞ്ഞാൽ നല്ല മിടുക്കാണല്ലോ. എന്തെങ്കിലും ആവശ്യം വേണം അങ്ങേര് വേണല്ലോ. പിന്നെ ആവശ്യം സഹായിക്കാൻ അങ്ങനെ എന്താ ഡിങ്കനാ? അതൊന്നും പറ്റത്തൊന്നുമില്ല. അതെ, ഇവിടെ എന്തായാലും യുദ്ധമാവുന്നതാണ് അമ്മ പറഞ്ഞത്. ശരിയാ. അതെ, നിങ്ങളൊന്ന് ഇവിടെ നിന്ന് പോവോ? ഞങ്ങൾ സമാധാനത്തിലൊന്ന് കളിച്ചോട്ടത്. അച്ഛൻ ഇത് കഴിയുമ്പോൾ വിളിക്കാം. അച്ഛൻ കളിയാണ്. കോപ്പ് കൈ കുഴയുന്ന പിടിച്ചേ. എന്താ തല്ലിക്കൊന്നും കൊണ്ടുവന്നേക്കുവാണോ? ഇതെന്നാണ്? ഒരു മാസത്തേക്കുള്ള പച്ചക്കറി. പച്ചക്കറിയാ? എവിടെന്ന്? പച്ചക്കറി മാത്രമല്ല, പരിപ്പ്, പഞ്ചസാര, ഉഴുന്ന്, പച്ചപ്പയർ, ചുവന്നപയർ, അങ്ങനെ ചപ്പച്ചോറ് എല്ലാം. പച്ചക്കറിയാ? തീഞ്ഞാണോ? അത് നിങ്ങളുടെയൊക്കെ മനസ്സ്. വീട്ടുകാരോട് അമിതമായ സ്നേഹവും അവരോട് ആദ്യമുള്ള നല്ല മക്കളാണ് ഞങ്ങൾ, അല്ലമ്മേ? ആദ്യമുള്ള നമ്മൾ പിന്നെ സെക്കൻഡ് തന്നെ ആണല്ലോ. അമ്മ, ഇത് അമ്മയ്ക്ക് കാട്ടുചേന കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സൗന്ദര്യവർദ്ധകത്തിന്. അയ്യോ, തമിഴിലാണല്ലോ എഴുതിയേക്കുന്നത്. ചേട്ടൻ ഒന്ന് വായിച്ചു. ബോഡി ബിൽഡിങ്ങിന് പറ്റിയതാണോ? ഇത് തമിഴാണല്ലോ. ഓ, ഇன்று இரவு 6 മണിക്ക് സൂപ്പർ ഹിറ്റ് തിരയിപ്പടം. ഉലക നായകൻ. ഞാൻ തമിഴ് കാണാറില്ല. എന്താ അവിടെ നിന്നത്? ഇത് തമിഴ്നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകം ചേനയാണ്. അതിന്റെ ഒരു സ്പെഷ്യൽ ചേന തൊണ്ട ചൊറിയും. കഴിക്കേണ്ടതൊന്നും. വീട്ടുകാർക്ക് വേണ്ടി ഭൂമിയുടെ ഏതറ്റം വരെയും ഞാനും എൻ്റെ അക്കുസും പോകും. ഓഹോ, എന്നാൽ നിങ്ങൾ രണ്ടും കൂടി അടുക്കളയുടെ അറ്റം വരെ ഒന്ന് എത്തിക്കാവോ? ഈ വീട്ടില് ഒരു മാസത്തേക്ക് ഒരു സാധനം മേടിക്കണ്ട, എല്ലാ സാധനവും ഇതിലുണ്ട്. പാല് മാത്രം മേടിച്ചില്ല. എന്ത് പാല് ഇന്ന് ചിഞ്ഞൂല്ലേ? എന്നാ പിന്നെ കാശുണ്ടായിരുന്നല്ലോ, ഒരു പശുവിനെ മേടിച്ചാൽ സീറ്റ് ഔട്ട് കട്ടായിരുന്നല്ലോ. എന്നിട്ട് അതിനാരെ കയറും? നിന്റെ അച്ഛൻ കറക്കും. അതേടാ, ഞാൻ കറക്കാടാ. അല്ല, സത്യം പറഞ്ഞ മക്കളെ, നിങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ടു വന്നപ്പോൾ ഞങ്ങളുടെ കണ്ണും മനസ്സും നിറഞ്ഞുപോയി. പാലെങ്കിലും ഞങ്ങളെ വാങ്ങാൻ നിങ്ങൾ അനുവദിച്ചല്ലോ. ഇറ്റ്സ് ഓക്കേ ഡാഡി. വല്ല കാര്യമായി പോയി. നീ എന്തോടെ നോക്കണേ? അല്ല, ഇതിനൊക്കെ ആരുടെയൊക്കെ പോക്കറ്റ് അടിച്ചോണ്ടെന്ന് ആർക്കറിയാം? ഞാൻ വല്ല പോലീസും എല്ലാം വരുന്നുണ്ടോ നോക്കിയത്. അത് ശരിയാട്ടാ. ചിലപ്പോഴേ ഈ സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കി തിന്നോണ്ടിരിക്കണ എൻ്റെ ഇടയിലായിരിക്കും ആരെങ്കിലും വന്ന് തൊണ്ടക്കുഴി കുത്തണേ. നീ ഇതെവിടെ മേടിച്ചോണ്ടാ? അതെ, നമ്മുടെ അക്കുനെ ഒരു സിനിമ കിട്ടി. അതെ, നൈസാട്രാ. ഓ അതല്ല, അവന് ഒരു സിനിമയിൽ പാട്ട് കമ്പോസ് ചെയ്യാൻ അവസരം കിട്ടി. അവരവന് 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു. 50,000 രൂപയാ? ഒരു കമ്പോസ്റ്റിനൊന്നും 50,000 കിട്ടത്തില്ല. കുറവല്ല. അങ്ങോട്ട് നീ 50,000 രൂപയ്ക്ക് പച്ചക്കറി മേടിച്ച്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അതൊക്കെ ഞാനായിട്ട് ഡീൽ ചെയ്തു. ഇതത്ര വിശ്വസനീയമല്ല. കഴിഞ്ഞില്ല, പാട്ട് പാടുന്നത് ഈ ഋഷഭയാണ്. അപ്പൊ തീരുമാനമായി. അച്ഛാ, ഒരു 50,000 രൂപ മടക്കിയെടുത്ത് തലമാരിലോട്ട് വെച്ചു. എന്തിന്? അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഞാനാ? അല്ല പിന്നെ ഞാനാ? മിണ്ടായടാ, അവര് വരട്ടെ. മോള് പറ. കുടുംബത്തിന് വേണ്ടി ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചതൊരു തെറ്റായി പോയെങ്കിൽ ഞങ്ങളത് മറച്ചു വെച്ചോളാം. സഞ്ചി എടുക്ക്.
ആ വെച്ച് അവിടെ വെച്ചു. അതൊന്നും വേണ്ട. ആ പറ. സത്യം പറഞ്ഞ 50,000 രൂപ കിട്ടിയപ്പോ ഞാൻ പകച്ചുപോയി. പിന്നെ ഇവളാണ് പറഞ്ഞ പകക്കല്ലേ, വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അപ്പൊ ഞാൻ നല്ല കാര്യമല്ലെന്ന് ഓർത്ത് ഞാൻ ചെയ്തു പോയി. അതിന് ഇവന്മാർക്കൊക്കെ എന്തിനാ ചൊറി? ഞങ്ങൾക്ക് എന്താ ചൊറിയ? ഏതായാലും അവര് പുറത്തൊക്കെ പോയി ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. മക്കളെ നിങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും നല്ല സദ്യ, സാമ്പാർ, അവിയൽ എല്ലാം ആയിട്ട് നല്ല സദ്യ അമ്മ ഉണ്ടാക്കും കേട്ടാ. പായസം ആ കുളിക്കാനായിട്ട് ചൂടുവെള്ളം വേണം. അതാ നട്ടുച്ചക്ക് തിളച്ച വെള്ളത്തിൽ കയറ്റിയിരുത്തവൻ. വൈകുന്നേരം കുളിക്കാം ചൂടുവെള്ളത്തിൽ. അപ്പൊ അമ്മ ഉണ്ടാക്കി വെച്ചേക്കാം. മക്കള് നോക്കും ചെല്ലേ. പോയിട്ട് വാ. ഇത്രയും പൈസ കിട്ടിയിട്ട് അവൻ പച്ചക്കറി മേടിച്ചോണ്ട് വന്നുള്ളതാണ് എനിക്ക്. മുട്ടയിടുന്ന താറാവാ, കൊല്ലരുത്. ഇല്ല, അവന്റെ മുട്ട ഞാൻ ഉടയ്ക്കും ഒരു ദിവസം. ഈ പച്ചക്കറിക്കൊന്നും ഒരു ഓർഡർ ഇല്ലല്ലോ. ഇവിടെ കൂടുതൽ പാവക്കേട്ടാ. അത് മൊത്തം പാവക്ക. ഈ പാവയ്ക്ക വെച്ചിട്ടാണോ ഇവിടെ പായസം ഉണ്ടാക്കാൻ പോകുന്നത്? എടാ നീയെ കണ്ട ഒരു പെണ്ണിവിടെ വന്ന് കയറിയപ്പോഴുള്ള വ്യത്യാസം. അങ്ങനെ പെണ്ണ് കയറി വരുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിലേ ഡെയിലി ഞാൻ ഇവിടെ കിറ്റ് ഇറക്കും. എടാ അവരിപ്പോൾ ഫ്രണ്ട്സാ. നാളെ ചിലപ്പോൾ കല്യാണം കഴിച്ചെന്നിരിക്കും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇതാണ് ഉത്തരവാദിത്തമെങ്കിൽ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും? അത് കണ്ടെന്നെ അറിയണം. ആ നീയൊക്കെ ഈ വീട്ടിലേക്ക് വേണ്ടി ഒരു ചീരയുടെ ഇല വാങ്ങിക്കൊണ്ടൊന്നുണ്ടാ? എന്തിന്? 5 പേരുള്ള ഈ വീട്ടിലേക്ക് ഒരു ചീരയുടെ ഇലയും കൊണ്ട് എന്തോ ആവാനാ? ഒന്നും ആവാനില്ല. അതേടാ നിന്റെയൊക്കെ ഈ വർത്തമാനം തന്നെയാടാ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. എന്നാ അമ്മിണി ഊണിന് എല്ലാ വട്ടം വേണം, പായസവും വേണം. ഇതേ ഞാൻ വരാം നിന്നെ സഹായിക്കാനായിട്ട്. ഇവന്മാരെ കൊണ്ടുള്ള വാചോടി മാത്രമേ ഉള്ളൂ. എന്തൊരു സുഷ്കാന്തിയാ നോക്കി. ഒരു പയറോടെ കിടക്കണ്ട്, വേണോ? കൊണ്ടു. അവനൊരു ദിവസം ഇവിടെ ഒരു പച്ചക്കറി മേടിച്ചോണ്ട് വന്നപ്പോ എന്താണ് നമുക്കൊരു വിലയില്ലേ വീട്ടില്? സത്യം. ശരിയല്ലേ? ഈ ഏട്ടന്മാർക്ക് എങ്ങനെയാണ് ഈ പണിയെടുക്കാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു കുത്തല്. എന്ത് ചെയ്യാൻ മോളെ, മക്കളായി പോയില്ലേ, ഉപേക്ഷിക്കാൻ പറ്റുമോ? ഓരോരുത്തർക്ക് ഓരോ കഴിവുണ്ട്. ചിലപ്പോ രക്ഷപ്പെടുമായിരിക്കും. അതെ നോക്കാം. ഡാ എടാ നീ ആ കമ്പോസ് ചെയ്യാൻ പോണ പാട്ടില്ലേ, അതൊന്ന് പാടിക്കടാ. ഞാൻ കമ്പോസ് ചെയ്തിട്ടില്ലല്ലോ. എടാ അതല്ലടാ, നീ ആദ്യമായിട്ട് ചെയ്യാൻ പോണ പണിയല്ലേ, അത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ സന്തോഷം വേറെ. എടാ നീ അതൊന്ന് പാടും. അത് പാടും. പണിയെടുക്കൂ എടാ 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 അതിന്റെ കൂടെ അച്ഛന് കുറച്ച് പൈസ കൊടുക്കൂ, അച്ഛന് കുറച്ച് പൈസ കൊടുക്കൂ, അത് കൂടെ ചേർക്ക്. പണിയെടുക്കൂ സൂപ്പർ 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 സൂപ്പർ. എടാ പരിപ്പറി. അല്ല 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 എരിശ്ശേരി എരിശ്ശേരി എരിശ്ശേരി. അല്ല സാമ്പാർ കൺഫേം. നിനക്ക് വല്ല ഡോഗ് സ്ക്വാഡിൽ തരാൻ പാടില്ലേ? ഇങ്ങനെ മണത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഇത് നിനക്ക് വിശക്കുന്നില്ലേ? വിശക്കണൊക്കെ ഉണ്ട്. അല്ല നമുക്ക് പോയി കഴിച്ചാലോ? നാണം കേട്ടോ. ആരെല്ലാം വിളിക്കണ്ട. പപ്പടം കാച്ചുന്നു ഞാൻ സദ്യക്കായി, പപ്പടം കാച്ചുന്നു ഞാൻ. ആകാശമോൻ്റെ 50,000 രൂപയുടെ സദ്യക്ക് പപ്പടം കാച്ചും ഞാനിന്ന്
പപ്പടം കാച്ചുന്നു ഞാൻ സദ്യക്കായി, പപ്പടം കാച്ചുന്നു ഞാൻ. അടിപൊളി. എടാ പപ്പടം കാച്ചിടാ. ആണല്ലേ? പപ്പടം കൂടെ കാച്ചി എൻ്റെ പണി ഇന്ന് തീർക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് പുറത്ത് വല്ലതും കഴിച്ചാലോ? വിശപ്പ് മാറാനായിട്ടൊരു ഗുളിക ഉണ്ട്, അതെടുത്ത് തരട്ടെ? ആ 10 തണ്ണാക്കിലോട്ട് തള്ളിയിട്ട് അവിടെ തന്നെ നീരി. പിന്നെ എന്ത് ചെയ്യാനാണ്? ഇവിടെ ഇവിടെ നിന്ന് ഒന്നാം തരം സദ്യ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ കിടന്ന് തിണ്ടുന്നത്? ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും നമ്മളെ വിളിച്ച് ക്ഷണിച്ചൂടെ? നമ്മളേ വലിയ വാക്കിന് പറഞ്ഞല്ല വേണ്ടാന്ന്. പറയണ്ടായിരുന്നല്ലേ? വേണ്ടാന്ന് പറഞ്ഞില്ലേ നമ്മള്? പറഞ്ഞു. നീ കാരണമാണ് വേണ്ടാന്ന് പറഞ്ഞത്. അത് നീ എൻ്റെ നെഞ്ചത്തോട്ട് വെച്ചു. അല്ല. ആ അതെ, പായസവും പപ്പടവും വന്നു. ആ ഇരുന്നോ? അയ്യോ അവര് വന്നില്ലേ? അയ്യോ അരവിന്ദേ, ജിമ്മ, നീ ഒരു കാര്യം ചെയ്യ്, നീ അവരെ പോയി വിളിക്ക്. ഞാൻ വിളിച്ചോണ്ട് വരാം ചെല്ലു കേട്ടോ. ഇപ്പൊ വരാവേ. ഡാ മക്കളെ വാടാ, അമ്മ വിളമ്പി വരണ്ട്. എടാ മക്കളെ. എന്തോ? എടാ വാടാ, അമ്മ നല്ല സദ്യ ഉണ്ടാക്കിട്ടുണ്ടാ. ഓ ഞങ്ങക്ക് വേണ്ട. വാടാ. വേണ്ടെന്ന്. എന്തായിരുന്നു അവന്റെ ഷോ അവിടെ കിടന്ന്? ഒരു 2 കിറ്റ് പച്ചക്കറി മേടിച്ചോണ്ട് വന്നപ്പോഴത്തേനും അവന്റെ ഷോ മൊത്തം ഞങ്ങൾ ഇരുന്ന് കാണണോ? ആ എത്ര വലിയ സദ്യയിലും ഞങ്ങൾക്ക് വേണ്ട. അച്ഛനോട് കുറച്ച് അരി മേടിച്ച് വെച്ചിട്ടില്ലേ, നമുക്ക് അത് വെച്ച് ചോറുണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചോളാം. എടാ അതിനുള്ള കഞ്ഞി ഞാൻ പിന്നെ ഉണ്ടാക്കി തരാം. എടാ വാടാ, അമ്മ നല്ല കറിയൊക്കെ വേണ്ട. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നല്ല സാമ്പാർ വെച്ചിട്ടുണ്ടാ. വേണ്ട. നല്ല പരിപ്പ് കറി വേണ്ട. അച്ചാറ് വേണ്ടെന്ന്. പപ്പടം എനിക്ക് വേണ്ട ഇതൊന്നും. പായസം ഉണ്ടാ. വേണ്ട. അവന് വേണ്ടെങ്കിൽ വേണ്ട. അമ്മ നീ വാടാ കഴിക്കാം. ആ വാ, നല്ല ചൂടുണ്ടല്ലോ അല്ലേ? ആ പിന്നെ ഒരു കാര്യമുണ്ട്. അവൻ അധ്വാനിച്ച് കൊണ്ടുവന്ന പൈസയാണെന്നോ അവൻ കൊണ്ടുവന്ന പച്ചക്കറിയാണ് ഞാൻ തിന്നണെന്നുള്ള യാതൊരു വിധ സംസാരങ്ങളും അവൻ്റെ വായന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാം. ഓക്കെ ആണോ? ഓക്കെ. ആ അങ്ങനെയാണ് ഞാനും ഓക്കെ. ഏയ് നീ ഓക്കെ എടുത്ത് നീ കൺട്രോൾ ചെയ്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കടാ. കഴിക്കരുത്. വാ അമ്മ പായസം എടുക്കുക. വാ. എല്ലാം കഴിക്കാതെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ഒന്നും കുഴപ്പമില്ലേ? കേട്ടാ, ഈ സിനിമയും രാഷ്ട്രീയം ഒന്നും അങ്ങനെ എല്ലാവർക്കും പിടിക്കണമെന്നില്ല. ശരിയാ. ഒരു കലാകാരന്റെ ലൈഫ് മാറാനേ ചിലപ്പോ ഒരു നിമിഷം മതി. അമ്മ ഉണ്ടായിരുന്നു ചോറുണ്ടേ. ഈ വെയിലിട്ടേക്കണ തക്കാളിയൊക്കെ ചെയ്തിരിക്കാനുള്ള അയ്യോ അവയില്ലാത്ത ആരാ കളിക്കിട്ടിരിക്കുന്നത്? കുറച്ച് ടേബിൾ മാനേഴ്സ് കാണിക്കട്ടെ. അതെ, ഞങ്ങളെ അരി, ഞങ്ങളുടെ പച്ചക്കറി, ഞങ്ങളുടെ തക്കാളി, അപ്പൊ ഇച്ചിരി ടേബിൾ മാനേഴ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടാ. എന്താ കർഷകനോ? അല്ല ഇവന്റെ തന്നെ. കേട്ടോ അച്ഛാ, അടുത്ത മാസം ഇവിടെ അരിയൊന്നും മേടിക്കണ്ട. പട്ടിണി കിടക്കാനാ? ഞാനേ ഒരു ചാക്കരി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓൺ ദ വേ വരുന്നുണ്ട്. സാധനം വരും. പച്ചക്കറി ഫുള്ള് ഞാനും മേടിച്ചു തരും. അമ്മണി, ഇവരെ പ്രതീക്ഷിച്ചിരുന്നാലേ പട്ടിണിയാവുകയുള്ളൂ. അയ്യോ മേടിക്കണ്ട അച്ഛാ, അടുത്ത മാസം കുറച്ച് പൈസ വരാനുണ്ട്. ഞാൻ തന്നെ മേടിച്ചോളാം. സമാധാനായി. മോളെ, നിങ്ങൾ അരി വാങ്ങിച്ചേ? നല്ല മുഴുത്ത ചോറാണല്ലോ. അതല്ലമ്മേ, തമിഴ്നാട്ടില് കുറച്ച് കർഷകർ ജൈവ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് വാങ്ങിച്ചോണ്ടാണ് ഇത്ര ക്വാളിറ്റി. നല്ല മുഴുമുള്ളാന്നിരിക്കുന്നു. നല്ല മുത്തു പോലെ ഇരിക്കുന്നു. ആ ശർക്കര ഉണ്ടല്ലോ നല്ല ഉരുണ്ടിരിക്കണം. എടാ അത്ഭുതം, ശർക്കര ഉരുണ്ടിരിക്കണം. ഭയങ്കര അത്ഭുതം. പണ്ട് വെള്ളം പോലായിരുന്നല്ലോ ശർക്കര. അതുപോലില്ലേ, ഞാൻ ഈ പായസത്തിലേക്ക് വേണ്ടിയിട്ടേ ആ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം നെയ്ക്കകത്ത് വറുത്തിങ്ങെടുത്തപ്പോ എന്താ വാസന നെയ്യുടെ. ഓ എന്നാ പിന്നെ ആരുടെ കല്യാണത്തിന് നമുക്ക് കുറച്ച് സാരി തയ്ച്ചോണ്ട് പോകും. നല്ല മണമായിരിക്കും. ഒന്നും മിണ്ടാണ്ടിരുന്ന തിന്നത് കോൺസെൻട്രേഷൻ പോണം. അയ്യോ, ഇന്നലെ രാത്രി വരെ നീയൊക്കെ ഈ വീടിനകത്തുണ്ടായിരുന്നില്ല. പിന്നെ നീയൊക്കെ എപ്പോഴാണ് തമിഴ്നാട്ടിൽ പോയത്? അതെ, അത് എൻ്റെ ഒരു കുഞ്ഞമാമൻ ഉണ്ടായിരുന്നു കമ്പത്ത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലിസ്റ്റ് അങ്ങ് അയച്ചു കൊടുത്തു. ഞാൻ പിന്നെ ഗൂഗിൾ പേ നമ്പറും കൊടുത്ത് പൈസ അയച്ചു കൊടുത്തപ്പോൾ അപ്പം തന്നെ അങ്ങ് അയച്ചു തന്നു. അല്ലേടാ? എപ്പോഴാണ് പൈസ അയച്ചു കൊടുത്തത്? ഇന്നലെ. ഫ്ലൈറ്റിലാണോ കയറ്റി വിട്ടത്? എത്ര പെട്ടെന്ന് ഇവിടെ എത്താനായിട്ട്? എന്തൊക്കെ സംശയങ്ങളാണ്. അയ്യോ, ഉരുണ്ട ശർക്കരയല്ലേ, ഉരുണ്ട് വന്നാണ്. അതെ, ഇവര് തമ്മിൽ ഈ
കല്യാണത്തിന് മുമ്പ് ഇത്ര നല്ല ഉത്തരവാദിത്വമൊക്കെ ആയതുകൊണ്ട് ഇവർ തമ്മിലുള്ള വിവാഹം അങ്ങ് നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഓ തമിഴ്നാട്ടിലെ ആരാന്നാ പറഞ്ഞ്? തമിഴ്നാട്ടിലെ ആരാണെന്നാ പറഞ്ഞ്? കുഞ്ഞമാമൻ. നിന്റെ കൊമ്പത്തെ കുഞ്ഞമ്മാവൻ. കുഞ്ഞമ്മാവനോട് പൈസ അയച്ചു കൊടുത്തല്ലേ? എത്ര പൈസ അയച്ചു കൊടുത്തു? ഇതൊക്കെ പൈസ അല്ലേ? ആരെങ്കിലും ഓർക്കോ? പൈസ അല്ലേ ഓർക്കുമോ? പ്ലാവലെ ഒന്നും അല്ലല്ലോ, പൈസ ആയിട്ടല്ലേ തന്നെയല്ലോ കൊടുത്തേ. ആ ഗൂഗിൾ പേയിലല്ലേ അയച്ചു കൊടുത്തേ? ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തില്ലല്ലോ. എടുത്തില്ല അല്ലേ? ഗൂഗിൾ പേയിൽ കിടക്കണ്ടാവും അത്. അതൊന്നും എടുത്ത് കാണിച്ചേ. കുഞ്ഞമ്മാവന്റെ സ്ഥലം പൈപ്പ് ലൈൻ എടുത്താണോ? ആണോ? എന്തേ പരിഗണെന്താ? എന്താ എടാ ഉള്ള സത്യം അങ്ങ് പറടാ, ഉളുപ്പില്ലാത്തവനെ. അച്ഛനത് കണ്ട പൈപ്പ് ലൈൻ്റെ അടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചരക്ക് ലോറി മറിഞ്ഞ് അവിടെ അരിയും സാധനങ്ങളും എല്ലാം മറിഞ്ഞു വീണു. എന്നിട്ട് ആരാണ്ടൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് വാർത്ത. പോലീസ് കേസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എടുത്തോണ്ട് പോയവർക്കെതിരെയല്ല. ഇപ്പൊ വരും അന്വേഷിച്ച് വിഴുങ്ങ് ആ നടവാതിലോട്ട് കക്കിയിട്. എന്തായിരുന്നു അവന്റെ ഷോ? പട്ടിഷോ. എടാ നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും. അവന്റെ ഒരു കമ്പോസ്റ്റ് കുഴി. എടാ കട്ടുകൊണ്ട് വന്നേക്കണോടാ, ഉളുപ്പുണ്ടോടാ നീ അതിന് കൂടെ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പറഞ്ഞു കൂട്ടിയത്? കമ്പോസ്റ്റ് ശർക്കര ശർക്കര എടുത്തുണ്ടോ വന്നേക്കണം. ശർക്കര എടുത്തുണ്ടോ വന്നേക്കണം. കുറച്ച് നെയ്യ് എടുത്ത് രണ്ടിനെ കുഴിയിലിട്ടിട്ട് കത്തിക്ക്. നല്ല മണം വരട്ടെ, നാട്ടുകാർക്കൊക്കെ നല്ല വാസന ഉണ്ടാവും. നാണം ഉണ്ടാടാ നിനക്ക്? അല്ലല്ല കെട്ടിച്ചു കൊടുക്ക്, ഞങ്ങൾ മണിയറ ഉണ്ടാക്കാം. കാര്യം നിങ്ങളെന്താന്ന് വെച്ചാ ഡീലേ കേട്ടാ. ഇത് തിന്നണ്ട, ഉളുപ്പില്ലാത്തവനെ. കുടിപ്പിക്കത്തില്ല. മോശം. നാളെ കോഴി വണ്ടി പറഞ്ഞാൽ മതിയായിരുന്നു.